ചങ്ങാതിമാരെ റംബുട്ടാൻ വെച്ച് ഈ ഒരു കിടുക്കാച്ചി ഐറ്റം കണ്ടിട്ടുണ്ടോ? സംഭവം പൊളിയാട്ടോ എൻ്റെ ചങ്ങാതിമാരെ. ആ റംബുട്ടാൻ ആ ഗ്രേവിക്കകത്ത് കിടന്ന് ഇളകുന്ന മറിയുന്ന കാണുമ്പോൾ തന്നെ കൊതിയാന്നില്ല എൻ്റെ ചങ്ങാതി. സംഭവം നിങ്ങളെല്ലാവർക്കും റംബുട്ടാനല്ല എന്തെങ്കിലും കൊള്ളാവുന്ന സാധനം ഒരു രക്ഷയില്ല കേട്ടോ. അപ്പം നേരെ നമ്മൾ മരത്തിൽ കയറി കുറച്ച് റംബുട്ടാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പറിച്ച് പറിച്ചെടുക്കുകയാണ്. ആ പറിച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ചാനലിലെ ഷെഫ് ബുദ് ആൽക്കെമിസ്റ്റ് ചാനൽ ഫോളോ ചെയ്യാത്തതുകൊണ്ട് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റുകൾ വാരി വിതറാനും കൂട്ടുകാർക്ക് ഷെയർ കൊടുക്കാൻ മറക്കല്ലേ. എല്ലാവർക്കും ഉപകാരപ്പെടുന്ന റെസിപ്പിയാണ്. കാരണം മിക്കവരുടെ വീട്ടിൽ റംബുട്ടാൻ ഉണ്ട്. ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ ഈ കിടുക്കാച്ചി അച്ചാറുണ്ടാക്കി അങ്ങ് തകർക്കാം എൻ്റെ ചങ്ങാതിമാരെ. കണ്ടോ നല്ല കിടില അച്ചാറുകൾ. അപ്പോൾ ഓരോ റംബുട്ടാനായിട്ട് പറിച്ച് നമ്മൾ കൂട്ടി ഒരു ചായരാക്കി ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ആക്കി വെച്ചു. അതിന് ശേഷം ഇതിൻ്റെ അടുത്ത കലാപരിപാടി എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ്റെ തൊലി കളയലാണ്. ഇതുപോലെ കട്ടിക്ക് ഇങ്ങനെ രണ്ടായിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് അകത്തെ പീസ് എടുത്ത് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒരു മറിക്കുക. ആ മറിക്കുന്ന സമയത്ത് നമ്മുടെ നല്ല കിടുക്കാച്ചി ഹോം മെയ്ഡ് അച്ചാറുകളുണ്ട് കേട്ടോ. ബീഫ്, ചിക്കന്, കേരമീൻ, ചെമ്മീൻ, മാങ്ങ, നാരങ്ങ, ഈന്തപ്പഴം, ഉണക്കസ്രാവിൻ്റെ അച്ചാർ, അതുപോലെ തന്നെ കാന്താരി നെല്ലിക്ക അച്ചാർ, കാന്താരി ലെമൺ അച്ചാർ, അങ്ങനെ വെറൈറ്റികളെ പെരുന്നാളാണ് എൻ്റെ ചങ്ങാതി. ഒരു 10-20 ഐറ്റം ഉണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പർ ഹായ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഡീറ്റെയിൽ മൊത്തം അയച്ചുതരാം. ഇന്ത്യയിൽ എവിടെ വേണമെങ്കിൽ കുറേ അയച്ചുതരാം. ഏറ്റുമാനൂരോ കോട്ടയത്തുള്ളവർക്ക് ഡയറക്റ്റും വന്ന് മേടിക്കാം കേട്ടോ. ആ സമയത്ത് ആ റംബുട്ടാൻ്റെ ആ തൊലി ഇതുപോലെ അങ്ങ് കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ എടുത്ത് ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ച ശേഷം തീ പിടിപ്പിച്ച ശേഷം ഇതുപോലെ ഒരു ഉരുളി ഒന്ന് ചൂടാക്കാൻ വെക്കുക. ഉരുളി ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്ക് ഇത് നല്ല സ്റ്റൈലായിട്ട് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇതുപോലെ നമ്മൾ ഇതിൻ്റെ അകത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട, അച്ചാറിലൊക്കെ നല്ലെണ്ണ വെച്ച് വേണം ചെയ്യാൻ കേട്ടോ. വെളിച്ചെണ്ണ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ കനച്ച് പോകാൻ സാധ്യത കൂടുതലാണ്. ഇച്ചിരി കൂടി ലൈഫ് കിട്ടാൻ ഏറ്റവും ബെസ്റ്റ് നല്ലെണ്ണ കേട്ടോ. അപ്പോൾ ഇതുപോലെ ആവശ്യത്തിന് നല്ലെണ്ണ ഇങ്ങ് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നല്ലെണ്ണ ഒന്ന് ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യുക. നല്ലെണ്ണ ഏകദേശം ഒന്ന് ചൂടായി ഈ ഒരു പാകത്തിന് വരുമ്പോഴേക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് കടുകിട്ടങ്ങ് പൊട്ടിക്കുക. കടുക് 4ആയിട്ടോ 5ആയിട്ടോ 6ആയിട്ടോ അങ്ങ് പൊട്ടട്ടെ. അങ്ങനെ ചങ്ങാതിമാരെ അവനങ്ങ് ഇതുപോലെ അങ്ങ് പൊട്ടി ഒരു പരുവായി വരുമ്പോഴേക്ക് ഇതുപോലെ കുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി, അല്ലെങ്കിൽ നീളത്തിലരിഞ്ഞ ഇഞ്ചി ആയാലും ഒരു കുഴപ്പമില്ല. പക്ഷേ ചെറുതായിരിക്കണം, അതായിരിക്കും പെട്ടെന്ന് മൂപ്പിക്കാൻ നമുക്ക് എളുപ്പം. അതുപോലെ കുനാന്ന് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചി എടുത്ത് ഇതുപോലെ അങ്ങ് മറിക്കുക. മറിച്ച ശേഷം ആ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങനെ അങ്ങ് മൂപ്പിക്കുക. ആ എണ്ണയ്ക്കകത്ത് നല്ലെണ്ണയ്ക്കകത്ത് തന്നെ മൂക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ല് വരാൻ തുടങ്ങട്ടെ എൻ്റെ ചങ്ങാതി. അവൻ ഏകദേശം ഒരു സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, അത് വെളുത്തുള്ളി ഫുൾ പീസാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് കേട്ടോ. ഇനി ചെറുതായിട്ട് ക്രഷ് ചെയ്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ എടുത്ത് ഇതിലേക്കൊരു മറിക്കുക. മറിച്ച ശേഷം അതും ഇഞ്ചിയും കൂടെ ആ എണ്ണയ്ക്കകത്തിട്ട് ഇങ്ങ് മൂപ്പിക്കുക. അപ്പോൾ തീ ഓവറായിട്ട് വെക്കരുത്. കാരണം ഓവറായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇവൻ എണ്ണ കുടിക്കും, പല പ്രശ്നങ്ങളും ഉണ്ട്. അതുകൊണ്ടൊരു മീഡിയം ഫ്ലെയിമിൽ വേണം ഈ രണ്ട് കലാപരിപാടി ഇതുപോലെ മൂപ്പിച്ച് ഏകദേശം ഒരു ഗോൾഡൻ കളറാകുന്നവരെ ഇവനെ നല്ലോണം അങ്ങ് മൂപ്പിച്ച ശേഷം പച്ചമുളക് 2ആയി കീറിയ 3ആയി കീറിയ പച്ചമുളക് എടുത്തിട്ട് മാറി അതിൻ്റെ കൂടെ കരിവേപ്പിലയും കൂടെ ഇട്ട ശേഷം ആ എണ്ണയ്ക്കകത്ത് തന്നെ അങ്ങ് മൂപ്പിക്കുക. അപ്പോൾ തീ ഒന്ന് കുറച്ച് വെച്ചേക്കുക. ഓവറായിട്ട് തീ വേണ്ട, ഒരു ലൈറ്റ് തീയിൽ ഇവനെ ഒന്ന് മൂപ്പിക്കുക. അവൻ ഏകദേശം മൂത്തൊരു സ്മെല്ല് വരാൻ തുടങ്ങും. ഈ ഒരു പരുവത്തിനും പാകത്തിനൊക്കെ ആയിട്ട് നല്ല സ്മെല്ല് വരാൻ തുടങ്ങും. ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞാൽ റംബുട്ടാൻ എല്ലാവരും വീട്ടിലുണ്ടോ ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്ക്. ചോറിന് പിന്നെ വേറെ ഒരു കറിയും വേണ്ട, ഇത് മാത്രം കൂട്ടി കഴിക്കാം കേട്ടോ. എന്നിട്ട് ഈ ഒരു കളറും പാകത്തിനൊക്കെ വരുമ്പോഴേക്ക് ഇതിലേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ടോ കേട്ടോ. കാരണം അധികം എരിവ് വേണ്ടല്ലോ. അതിൻ്റെ ലേശം മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട ശേഷം ഓവറായിട്ട് തീ വെക്കൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇവനെ അങ്ങ് മൂപ്പിക്കാം. അപ്പോഴേക്കും ആ മസാലയും ആ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കരിവേപ്പിലയും എല്ലാം കൂടെ മൂത്ത് വരുമ്പോൾ ഒരു സ്മെല്ല് വരാൻ തുടങ്ങി. ആ സ്മെല്ല് വരുന്ന സമയമാകുമ്പോഴേക്ക് ഇതിലേക്ക് തീ കുറച്ച് ലേശം തീയിൽ വിനാഗിരി ഒഴിച്ചു കൊടുക്കുക. ഓവർ തീ വെക്കല്. ഓവർ തീ വെച്ച് കഴിഞ്ഞാൽ ഒരു ഭയങ്കര പുളിച്ച സ്മെല്ല് പോലെ ഒരു സംഭവം വരും. അവിടെ നിൽക്കാനും നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ലൈറ്റ് തീയിൽ വിനാഗിരിയും കൂടെ ഒഴിച്ച ശേഷം ഇവനത് ഇതുപോലൊരു തിക്ക് ഗ്രേവിയും കിട്ടും. ആ ഗ്രേവി മാത്രം കൂട്ടി നമുക്ക് ചെമ്പ് ചോറുണ്ടാകും കേട്ടോ. വേറൊരു കറിയും വേണം കേട്ടോ. ഇതിൻ്റെ അകത്ത് ഈ തിക്ക് ഗ്രേവി ആയി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഉപ്പ് നോക്കുക. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് വാരി വിതറുക. ഇതിന് ശ്രദ്ധിക്കേണ്ട സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഈ റംബുട്ടാൻ ആയതുകൊണ്ട് ഉപ്പ് ഓവറായിട്ടിരുന്നാലും ഒരു മോശമായ ടേസ്റ്റാണ്. അതുകൊണ്ട് ആവശ്യത്തിന് മാത്രം ഉപ്പിട്ട ശേഷം ഇവനെ ഇതുപോലെ മിക്സ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ കായപ്പൊടിയും കൂടെ ഇതുപോലെ വാരി വിതറുക. കായപ്പൊടിയും കൂടെ ഇട്ട ശേഷം ഇവനെ സ്ലോ മോഷനിൽ മിക്സ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ കൊതിയാകുന്നില്ല. അപ്പോൾ ഒന്ന് നോക്കണം, നമ്മുടെ വാട്സപ്പ് നമ്പർ നമ്മുടെ പേജിൽ കിടപ്പുണ്ട്, ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. ഒന്ന് നോക്കണം. വാട്സപ്പിൽ ഹായ് എന്ന് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെ വേണേൽ നമ്മൾ കുറേക്കും. ഒന്ന് നോക്കണം. റംബുട്ടാൻ ഓർഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. റംബുട്ടാൻ കുറച്ചേ ഉള്ളൂ കേട്ടോ, അധികം ഇല്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടും. പിന്നെ അടുത്ത സ്റ്റോക്ക് അടുത്തനുസരിച്ച് അയക്കും. ഇപ്പം നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്ക് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് ഇവനൊന്ന് മൂത്ത് മസാലയൊക്കെ ലെവലായി വരുമ്പോഴേക്ക് ആ റംബുട്ടാൻ ക്ലീൻ ചെയ്ത് വെച്ചെങ്കിൽ റംബുട്ടാൻ എടുത്ത് സ്ലോ മോഷൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് സ്ലോ മോഷൻ ഇട്ട് കൊടുത്ത് തീ ഒന്ന് കുറച്ച് വെച്ച ശേഷം ഇവനെ സ്ലോ മോഷനിൽ അങ്ങ് മിക്സ് ചെയ്യുക.
ആ സ്ലോ മോഷൻ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക സാധനം എങ്ങനെയുണ്ടെന്ന് ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ വിചാരിച്ച് റംബുട്ടാൻ വെച്ച് അച്ചാറുണ്ടാക്കിയ ഫ്ലോപ്പായിരിക്കും, പക്ക ഫ്ലോപ്പായിരിക്കും ഞാൻ വിചാരിച്ചു. പക്ഷേ സാധനം നിങ്ങൾ ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടൊന്ന് കഴിച്ചു നോക്കുക എൻ്റെ ചങ്ങാതി. കിഡിലോസ്കി എന്ന് പറഞ്ഞാൽ കിഡിലോസ്കി സാധനം ഒരു രക്ഷയില്ല കേട്ടോ. ആ റംബുട്ടാൻ്റെ ഒരു പീസ് എടുത്ത് വായിലേക്ക് വെച്ചിട്ട് എൻ്റെ പൊന്നോ സ്വർഗം മാമ സ്വർഗം, ഒരു രക്ഷയില്ല. അപ്പോൾ ഉണ്ടാക്കി തകർത്തൊരു അഭിപ്രായം കമൻ്റായിട്ട് പറയാൻ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ല എൻ്റെ ചങ്ങാതി.